കഴിഞ്ഞ ദിവസമാണ് ജർമ്മനിയിൽ വലിയ ഒരു കുടിയേറ്റ ആക്രമണം ഉണ്ടായത്. ജർമ്മനിയിലെ കിഴക്കൻ നഗരമായ മഗ്ഡെബർഗിൽ 205 പേർക്ക് പരിക്കേൽക്കുന്ന രീതിയിലാണ് ഒരു സൗദി പൗരൻ, അയാളുടെ പേര് തലേബ് അൽ അബ്ദുൽ മൊഹ്സ എന്നാണ്. ഈ സൗദി പൗരൻ ക്രിസ്മസ് മാർക്കറ്റിനിടയിൽ തൻ്റെ XUV ഓടിച്ചു കയറ്റിയത്. വലിയ രീതിയിൽ ജർമ്മനിയിൽ സകല ആൾക്കാരും ഞെട്ടൽ പ്രകടിപ്പിച്ചു. ജർമ്മനിയിൽ വലിയ അനുശോചനം നടക്കുന്നു, കരിദിനം ആചരിക്കുന്നു. കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ജർമ്മനി ഇപ്പോൾ ഒരുങ്ങുകയാണ്. എലോൺ മസ്ക് അടക്കമുള്ളവർ ജർമ്മനിയുടെ സർക്കാർ ഉടനെ തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അത്ര ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടായത് എന്നാണ് ലോക രാജ്യങ്ങൾ തന്നെ അറിഞ്ഞത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ആക്രമണം യൂറോപ്പിനെ പൂർണ്ണമായും അല്ലെങ്കിൽ യൂറോപ്പിനെ മുഴുവനായും എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ഈ വാർത്ത വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ജർമ്മനി ഇത് ആദ്യമായിട്ടല്ല ഈ കുടിയേറ്റക്കാരെ കൊണ്ടുള്ള ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നത്. ഭീകരാക്രമണം ജർമ്മനിയിൽ ഉണ്ടാകുന്നത് ജർമ്മൻ നഗരമായ സോലിംഗറിൽ 3 പേർ മരിക്കുന്ന ഒരു കത്തിക്കുത്ത് ഉണ്ടായിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കുറച്ചേ ആയിട്ടുള്ളൂ. നഗര വാർഷികാഘോഷത്തിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. 650ാമത് വാർഷികോത്സവത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ആദ്യം ഈ കത്തിക്കുത്ത് ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ ഇത് ഭീകരാക്രമണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ISIS ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നതോടുകൂടിയാണ് ജർമ്മനി ഞെട്ടിത്തരിച്ചു പോയത്. സിറിയൻ അഭയാർത്ഥിയായിട്ടുള്ള 26-കാരനാണ് ഈ ആക്രമണം നടത്തിയത്. അയാളെ ജിഹാദിയായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ഈ ആക്രമണം നടക്കുന്നതിന് 3 മാസം മുമ്പാണ് അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥി മാൻഫെയിം പട്ടണത്തിൽ കുടിയേറ്റ വിരുദ്ധ റാലി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അഫ്ഗാൻ അഭയാർത്ഥിയുടെ ആക്രമണം ഉണ്ടായത് അതും വലിയ രീതിയിൽ ജർമ്മനിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ആക്രമണം തന്നെയായിരുന്നു. 2016 ഒരു ഭീകരാക്രമണം ജർമ്മനിയിൽ ഉണ്ടായി. അത് ലോകത്തെ തന്നെ നടുക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു. അത് ബെർലിനിൽ 13 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ആക്രമണമാണ് ജർമ്മനിയിൽ ഉണ്ടായത്. യൂറോപ്പ് മുഴുവൻ ശക്തമായി ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആ ഒരു രോഷം ആഞ്ഞടിക്കുകയാണ്. കുടിയേറ്റക്കാരെ എവിടെ കണ്ടാലും ആക്രമിച്ച് കൊലപ്പെടുത്താനാണ് യൂറോപ്പിലെ വലതുപക്ഷ പാർട്ടികൾ. യൂറോപ്പിൽ ഇതുവരെ വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിച്ചിരുന്നില്ല. പക്ഷേ കുടിയേറ്റക്കാർ അങ്ങോട്ടേക്ക് കയറി അവരുടെ ശല്യം പൊറുതിമുട്ടിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പോലും ഇപ്പോൾ വലതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്ന തിരക്കിലാണ്. കാരണം ഈ വലതുപക്ഷ പാർട്ടികൾ മാത്രമേ ഇസ്ലാമിക് ടെററിസത്തെ ഫലപ്രദമായി നേരിടുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. യൂറോപ്പിൽ ആകമാനമുള്ള ഒരു കുടിയേറ്റ മനോഭാവമുണ്ട്. ഈ കുടിയേറ്റ മനോഭാവം, അതായത് കുടിയേറിയ ആൾക്കാരോടുള്ള യൂറോപ്പിൻ്റെ മനോഭാവത്തെ ആളിക്കത്തിക്കാനും ഈ ബ്രിട്ടനിലാണ് കൂടുതൽ കുടിയേറ്റം നടക്കുന്നത്. ആ ബ്രിട്ടനിലുള്ള കുടിയേറ്റക്കാർക്ക് മേലെയുള്ള ആക്രമണത്തിന് വളക്കൂറാകാനും യഥാർത്ഥത്തിൽ ജർമ്മനിയിലെ ഈ ആക്രമണം അതിഭീകരമായി ഇടയാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള ഒരു കർശനമായിട്ടുള്ള നിയമം പാസാക്കി. ആ നിയമം ഇനിയും കർശനമാക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ജർമ്മനിയിലെ കുടിയേറ്റ നയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരും എന്നാണ് ജർമ്മൻ സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള AfD അവിടെ ഈ വലിയ രീതിയിലുള്ള ഒരു റാലി അവിടെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ജർമ്മനി ഭയക്കുന്നതെന്തോ അത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഒരു 9 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ മരണത്തെ ചൊല്ലി ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ UK-യിൽ ഇതുപോലെ ഒരു റാലി നടത്താനായി അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടി ശ്രമിച്ചതാണ്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുണ്ടാക്കിവിട്ട കലാപം. ആ കലാപത്തിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലുള്ള സാധാരണ പൗരന്മാരും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ആ കലാപത്തിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കാൻ അല്ലെങ്കിൽ ആ കലാപം അടിച്ചമർത്താൻ അവിടെ പോലീസ് അധ്വാനിക്കേണ്ടി വന്നത്. അതുപോലെ ജർമ്മനിയിൽ ഇത് കുടിയേറ്റക്കാർക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിൻ്റെ തുടക്കമാണോ എന്നാണ് ഇപ്പോൾ ജർമ്മനി അനുമാനിക്കുന്നത്. എന്തായിരുന്നാലും ഈ തലേഖ് അൽ അബ്ദുൽ മൊഹസ എന്ന് പറയുന്ന ഈ വ്യക്തി എന്തിനാണ് അവിടെ ഇത് ഇടിച്ച് കയറ്റിയത്, അതായത് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം നടത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്
ഇപ്പോൾ പല മാധ്യമങ്ങളും, അതായത് ഇസ്ലാമിക അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങൾ, അവർ പറയുന്നത് ഇയാൾ ഒരു എക്സ് മുസ്ലിമാണ് എന്നുള്ളതാണ്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇയാൾ ഒരു എക്സ് മുസ്ലിമാണ്, മുസ്ലിം നിയമങ്ങളൊന്നും അനുസരിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ കുടിയേറ്റ നയത്തിൽ ഇയാൾക്ക് അതൃപ്തിയാണ്. അതായത് ജർമ്മനിയിലെ ജനങ്ങൾ കുടിയേറ്റക്കാരെ ട്രീറ്റ് ചെയ്യുന്ന വിധം, അവരെ നോക്കിക്കാണുന്ന വിധം ഇയാൾക്ക് അതൃപ്തിയാണ്. ഇയാളുടെ ഫേസ്ബുക്കിലടക്കം ഇയാൾ പറഞ്ഞിരിക്കുന്നത് രക്തമൊഴുകിയാൽ മാത്രമേ, അതായത് ഈ ജർമ്മനിയിലെ ജനതയുടെ രക്തമൊഴുകിയാൽ മാത്രമേ ഇവർ ഈ കുടിയേറ്റ നയത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇയാൾ എന്ന് പറയുന്നത്. പോരാത്തതിന് ബെർലിൻ ആസ്ഥാനമായിട്ടുള്ള യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ താഹ അൽ ഹാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, ഇയാൾ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അയാളും പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ജർമ്മനിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, ഈ പ്രക്ഷോഭം യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇതാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി AfD, അവര് മാഗ്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഈ കൊല്ലപ്പെടുന്ന ആൾക്കാരെ നോക്കി അവർ ഒരു വലിയ റാലിക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് അവർ പറയുന്നത്, ഞാൻ ഇപ്പോൾ ആഭ്യന്തര മന്ത്രിയോട് ഇതിന് ഉത്തരം ആവശ്യപ്പെടുന്നു. ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ഇവരുടെ നേതാവായിട്ടുള്ള ട്രിനോ ചുപ്രല ജർമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത്, ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ ആഴ്ചതോറും ഇത് സഹിക്കുന്നു, ഞങ്ങൾ ആക്രമണങ്ങൾ സഹിച്ചു, ഞങ്ങൾ കൊലപാതകങ്ങൾ സഹിച്ചു, നമ്മുടെ സ്വന്തം ആൾക്കാർ ഇത് ഇപ്പോൾ മറക്കേണ്ടതുണ്ടോ, കാര്യങ്ങൾ ഇതുപോലെ തുടരാൻ ഞങ്ങൾ അനുവദിക്കേണ്ടതുണ്ടോ, രാഷ്ട്രീയക്കാരുടെ ഈ വാക്കുകൾ ഞങ്ങൾ എത്ര നാളുകൾ കേൾക്കണം എന്നാണ് ഈ ചുപ്പല്ല എന്ന് പറയുന്ന അവിടെയുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് പറയുന്നത്. എന്തായാലും ജർമ്മനി വലിയ രീതിയിൽ ആളിക്കത്തുകയാണ്. ഈ തീ യൂറോപ്പ് മുഴുവൻ പടരുമോ എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.